ശ്രീ കെ ഉണ്ണികൃഷ്ണൻ, ഇപ്പോൾ ശങ്കുട്ടിദാസ് പറഞ്ഞത് കേട്ടല്ലോ. VS സർക്കാരിന്റെ കാലത്താണ് MA നിസാർ കമ്മീഷൻ വരുന്നത്. കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെ ആകെ അബദ്ധജടിലമായിരുന്നു. അത് നടപ്പാക്കിയാണ് ഇടത് സർക്കാർ ചെയ്തത്. ഇപ്പോഴും അതിന്റെ തുടർച്ച എന്ന് മറുപടി. BJPയുടെ പ്രതിനിധി ശങ്കു ടി ദാസ് അദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു പ്രസ്താവനയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ചർച്ച അവസാനിപ്പിച്ചത്. 2022 കരമടക്കാനായിട്ട് ഉത്തരവ് നൽകുന്നത് വാക്കാലല്ല, അത് വളരെ ഗൗരവമായി തന്നെ 3 പ്രധാനപ്പെട്ട മന്ത്രിമാർ വിശദമായി ചർച്ച നടത്തിയതിന് ശേഷം വഖഫ് ബോർഡിൻ്റെ CEO-യുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് ആ ഉത്തരവ് നൽകുന്നത്. കരമടക്കുക എന്നുള്ളത് ഒരു ഫിസിക്കൽ എക്സർസൈസ് ആണെന്നും സർക്കാരിലേക്ക് റവന്യൂ വരുമാനം വരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നമുക്ക് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണല്ലോ പ്രധാന പ്രശ്നം. ഹൈക്കോടതിയിൽ സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇറ്റ് ഈസ് ആൻ ഓറൽ ഡയറക്ഷൻ ഓൺലി, there is no government order എന്നാണ്. ഇടപെടല്ലേ? താങ്കൾ സംസാരിച്ചപ്പോ അപ്പൊ കരമടക്കാനായിട്ടുള്ള അനുമതി നൽകിയത് രേഖാമൂലം തന്നെയാണ്. ആ ഉത്തരവ് നൽകിയത് രേഖാമൂലം തന്നെയാണ്. അതിനെതിരായി മുസ്ലിം ലീഗിന്റെ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അവിടെ ഇത് സ്റ്റോപ്പായി. ഇനിയിപ്പോ അത് അവകാശം നമുക്ക് വീണ്ടും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വാഭാവികമായിട്ടും കരമടക്കാനായിട്ട് കോടതിയുടെ പരിഗണനയിൽ വന്നൊരു വിഷയമെന്ന നിലയിൽ ഈ മുനമ്പത്ത് കരമടച്ച് അനുഭവിച്ചു പോകുന്ന ആളുകൾക്ക് കരമടക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അനുമതിക്ക് വേണ്ടി സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് വേണ്ടി ഈ വാദങ്ങൾ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുകയാണ്. AG ഒരു യാത്രയിലാണ്. അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സർക്കാരിന് വേണ്ടി ഇത് സമർപ്പിക്കും. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ കേസുകളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഒരു കോടതി വ്യവഹാര നടപടികൾ തുടരുകയാണ്. അത് സംബന്ധിച്ചും അടുത്ത ആഴ്ച ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ വേറെ അതിര് കടന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സർക്കാർ ജനങ്ങളോടൊപ്പം തന്നെയാണ്. സർക്കാരിന് ഇതിലൊന്നും ഒളിച്ചു വെക്കാനില്ല, രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ കാര്യമില്ല. 57 മുതലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കിടപ്പാടില്ലാത്ത ആൾക്ക് കിടപ്പാട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് LDF-ന്റെ ഗവൺമെന്റ് 5 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് കിടപ്പാട് ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ട് നൽകാനെടുക്കുന്ന സമയം അതങ്ങനെ വർഷങ്ങൾ എടുത്ത ഒരു പ്രക്രിയ ആയിരുന്നല്ലോ. ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ ഇപ്പോൾ ഫറൂഖ് കോളേജിന്റെയും അതോടൊപ്പം തന്നെ വഖഫ് ബോർഡിന്റെയും നിലപാട് തേടിയിരിക്കുന്നു. എത്ര വേഗമുണ്ടാവും അതിൽ? എത്ര വേഗം അതിൽ പ്രതീക്ഷിക്കാം? പല ആളുകൾ പറഞ്ഞല്ലോ, നിസാർ കമ്മീഷനെ നിശ്ചയിക്കുകയും സർക്കാർ ഉത്തരവിട്ട VS ഗവൺമെന്റിന് ശേഷം UDF-ന്റെ ഗവൺമെന്റ് വന്നല്ലോ. അതിൽ അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കാമല്ലോ. ഇവിടെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസിന്റെയും അതുപോലെ ലീഗിന്റെയും ആളുകൾ ചെന്നു ചേർന്നിട്ടുള്ള പ്രതിസന്ധിയും പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെ ഈ ശങ്കുട്ടി ദാസ് പറഞ്ഞതുപോലെ കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഭൂമി ഈ കോളേജുമായിട്ട് ചേർന്ന് ഭൂമി വിറ്റത് KPCC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പോൾ വക്കീലാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിസന്ധി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നൊന്ന്, ഈ കോളേജിൻ്റെ സൊസൈറ്റി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോളേജിൻ്റെ ഭാരവാഹികൾ ഇന്നും അന്നും മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ്. അവർ നടത്തിയിട്ടുള്ള കച്ചവടവും കാര്യങ്ങളും അതൊക്കെ മറ്റൊരു വിഷയമാണ്. അപ്പോൾ അവർക്കുണ്ടാകാവുന്ന പ്രയാസങ്ങൾ നമുക്കറിയാം. അപ്പോൾ ഈ ഒരു മുനമ്പം പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാനായിട്ട് പല രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുകയാണ്. CPM-ന് അതിൻ്റെ ആവശ്യമില്ല. ഈ സമരം തന്നെ യഥാർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടതാണ്. ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ തീരുമാനത്തോട് അവർ വളരെ സംതൃപ്തരാണ്. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ എന്ത് മുൻകൈ എടുത്തു? തീർച്ചയായിട്ടും ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ എന്താണ് പറയുന്നത്? അവർ അവിടെ കരമടച്ച് ഭൂമി അത് അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്ക് എങ്ങനെ നിയമപരിരക്ഷ കിട്ടാം, അതാണ് ടേംസ് ഓഫ് റെഫറൻസിലെ ഫസ്റ്റ് പ്രിയോറിറ്റി. അതാണ്, അല്ലാതെ മറ്റൊരു കാര്യമല്ല. അവിടുത്തെ റിസോർട്ട് ഉടമകളുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഭൂമി കയ്യേറിയവരുടെ അതല്ല പ്രശ്നം. അവിടെ ഇതേപോലെ ശ്രീ ശങ്കുട്ടി ദാസ് പറഞ്ഞതുപോലെ ഫറൂഖ് കോളേജിൽ നിന്നെല്ലാം പണം കൊടുത്തു വാങ്ങിയ ഭൂമിയും അതിൽ താമസിക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് തന്നെയാണ് സർക്കാരിൻ്റെ മുൻഗണന.
അതിൽ സർക്കാർ ചെയ്യേണ്ട നിയമപരമായി എടുക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ഉപദേശിക്കാൻ കൂടിയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അല്ല, ഇവിടെ ഈ ആശങ്കയുടെ കമ്മീഷൻ അടിസ്ഥാനം എത്ര വേഗത്തിൽ കാര്യങ്ങൾ അപ്പോ ചെയ്യുമെന്നാണ് ഈ പ്രതീക്ഷിക്കുന്നത്? വാക്കുകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് എല്ലാ ആളുകളും സഹകരിച്ചു കഴിഞ്ഞാൽ മറ്റു തടസ്സങ്ങളില്ലെങ്കിലും 3 മാസത്തിനകം വളരെ ഉത്തരവാദിത്വ ബോധമുള്ള നമ്മളെല്ലാവരും ആദരിക്കുന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ സാർ അത് പൂർത്തീകരിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. സമരസമിതി നേതാക്കന്മാർക്കും ആ വിശ്വാസം തന്നെയാണുള്ളത്. അവർ സഹർഷം ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.